Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. നമുക്കറിയാം, യഥാർത്ഥ ഈമാനില്ലാത്ത ഒരാളുടെ പ്രവർത്തനവും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരാൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്, സാധുക്കളെ സഹായിക്കുന്ന ആളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അതൊന്നും സ്വീകാര്യമല്ല. എന്തില്ലെങ്കിൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന വിശ്വാസം അയാളിൽ ഇല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ആദ്യാവസാനം മുതൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണം വരാത്ത ഒരു പേജ് നമുക്ക് കാണാൻ കഴിയില്ല. നേർക്കുനേരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കപ്പെടാത്ത ഒരു പേജ് പോലും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി ജീവിച്ച 23 കൊല്ലക്കാലം, അതിലെ 13 കൊല്ലം ആദ്യത്തെ 2 ഘട്ടങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ തിരിക്കുന്നത്. ഒന്ന് മക്കയിലെ കാലഘട്ടം, ആ മക്കയിൽ ജീവിച്ച 13 കൊല്ലക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നിസ്കാരത്തിലേക്കല്ല ക്ഷണിച്ചത്, ജനങ്ങളെ നോമ്പെടുക്കൂ എന്ന് പറയാനല്ല ശ്രമിച്ചത്. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരൂ ജനങ്ങളെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചക ജീവിതത്തിന്റെ പകുതിയിലധികം സമയവും ചെലവഴിച്ചത് എന്നുള്ളത് തൗഹീദിന്റെ ഗൗരവം എന്ത് എന്നുള്ളത് മുസ്ലിമിനെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ നിസ്കാരം ശരിയാവണമെങ്കിൽ, നിന്റെ ഇബാദാത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം. അതുകൊണ്ടാണ് ഏത് നബിമാരും ഈ ദുനിയാവിൽ വന്നിട്ടും ആദ്യമായി ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല. അഫ്ളലു മാ ഖുൽതു,
ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് വന്നബിയൂന മിൻ ഖബ്ലി, എന്റെ മുൻപ് കഴിഞ്ഞുപോയ ഏതൊരു പ്രവാചകനാകട്ടെ അവരൊക്കെയും പറഞ്ഞതിൽ ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ആരാധനക്കർഹൻ ഇലാഹായി അല്ലാഹു മാത്രം, അവൻ ഏകനാകുന്നു, ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനേയില്ല. അപ്പൊ ഏത് നബിയാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. അതിനു മുമ്പ് കഴിഞ്ഞുപോയി ഏതൊരു നബി അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനിയോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം അൽ അമീൻ എന്ന് പേര് കേട്ട് ജീവിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു താക്കീത് നൽകുകയാണ്. എന്താ താക്കീത്? ലഇൻ അശ്റക്ത വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, ഓ പ്രവാചക, അങ്ങേക്ക് ഇതാ വഹി നൽകുന്നു. അങ്ങേക്ക് മാത്രമാണോ? അല്ല, വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങയുടെ മുമ്പ് ഈ സ്ഥാനം നിർവഹിച്ച ഏതൊക്കെ ആളുകളുണ്ടോ, ഏതൊക്കെ നബിമാരുണ്ടോ, അവർക്കൊക്കെയും നൽകിയ വഹിയാണിത്. എന്താണത്? ലഇൻ അശ്റക്ത, ഓ താങ്കൾ അല്ലാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലു, നബിയാണെന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല, താങ്കളുടെ എല്ലാ അമലും ബാത്തിലായി പോകും, താങ്കളുടെ എല്ലാ അമലും വൃഥാവിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പൊ നബിയാണ്, ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ശ്രേഷ്ഠവാനാണ് എന്ന് പറഞ്ഞിട്ടോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവന്റെ ഒരു കർമ്മവും അള്ളാഹുവിന് വേണ്ട കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് പ്രവാചകനെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതും നന്നാക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ചത് എന്തിനാണ്? നമുക്കറിയാം 25ഓളം നബിമാരുടെ പേരുകൾ, ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അവിടങ്ങളിലൊക്കെ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞ ഒരു കാര്യം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, ഓ പ്രവാചക, അങ്ങയുടെ മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, എന്നെ ആരാധിക്കണം, എന്നെ ആരാധിക്കണം. അഥവാ എന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ജനങ്ങളെ എന്ന് പറയാനല്ലാതെ ഒരു റസൂലിനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. എത്ര കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം ഒരു ചരിത്ര ഭാഗം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കുകയാണ്, ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അപ്പൊ ഒരു സമൂഹത്തിൽ അഹ്ലു കിതാബിലേക്കാണ്, വേദം നൽകപ്പെട്ട ആളുകളിലേക്കാണ് അവരെ പറഞ്ഞയക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ലമ്മാ ബഅത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദൻ നഹ്വൽ യമൻ, യമനിലേക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, ഓ മുആദേ, അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. ഫൽയകുന്ന അവല മാ തദഊഹും ഇലാ യുവഹിദുല്ലാഹ തആല, ആദ്യമായി നീ അവരോട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. അതാണ് അവരോട് ആദ്യമായിട്ട് പറയേണ്ടത്. ഫൈദാ അറഫൂ ദാലിക, അങ്ങനെ അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഫറള അലൈഹിം ഖംസ സ്വലവാത്തി, പിന്നീട് നീ പഠിപ്പിച്ചു കൊടുത്തോ 5 നേരത്തെ നിസ്കാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്തിനാ ഈ തൗഹീദ് ഇങ്ങനെ പറയുന്നത്?
നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ് ഒരു മനുഷ്യന് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇതിന്റെ മുകളിലുള്ള നിസ്കാരം ശരിയാവൂ. ചില ആളുകളുടെയെങ്കിലും ധാരണ എന്താണ്? നമുക്ക് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞൂടെ, സകാത്തിനെ കുറിച്ച് പറഞ്ഞൂടെ, ഇസ്ലാമിൽ എത്ര നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞൂടെ. ഇതൊക്കെ ഒരാൾ ജീവിതത്തിൽ പുലർത്തി അത് അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ തറ നന്നാവേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരു വീട് എത്ര സുന്ദരമായ വീടാണെങ്കിലും തറയുടെ ബലാബലമല്ലേ ആ വീടിന്റെ ശക്തി. ദുർബലപ്പെട്ട തറയാണെങ്കിലോ ആ വീടിന് എന്ത് ആയുസ് ഉണ്ടാകും? വല്ല ആയുസ് ഉണ്ടാവോ? അതുകൊണ്ടാണ് അതിശക്തമായ തറയാണ് ഇസ്ലാം ആദ്യമായിട്ട് ഇട്ടുകൊടുക്കുന്നത്. അതേതാണ്? അവന്റെ അഖീദ നന്നാവണം. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ആദ്യമായിട്ട് അവിടുത്തെ ജനങ്ങളെ നിസ്കരിക്കാനല്ല വിളിക്കേണ്ടത്, നോമ്പെടുക്കാനല്ല പറയേണ്ടത്. ആദ്യമായി അവരോട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ എത്ര ഇടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർന്നു പോയ ആളുകളെ കുറിച്ച് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറ നൂറിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിട്ട് പറയുന്നു, വല്ലദീന കഫറൂ അഅമാലുഹും, കാഫിറുകളായ ആളുകളുടെ അമലുകൾക്ക് സറാബ്, ഒരു മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആള് ദാഹാർത്തനായി അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൂരേക്ക് നോക്കുമ്പോ അവിടെ ഒരു കാനൽ ഇങ്ങനെ കാണാൻ, ഒരു പച്ചപ്പ് കാണാൻ. ഈ ദാഹാർത്തനായ മനുഷ്യൻ വിചാരിക്കണം അവിടെ വെള്ളമുണ്ട്, പച്ചപ്പുണ്ടല്ലോ. അയാൾ ഓടിച്ചില്ലാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ദിക്റ് ചൊല്ലി സ്വതക്ക കൊടുത്ത് അതേപോലെ തന്നെ ആളുകളെ സഹായിച്ച ആളുടെ കരുതൽ എന്താണ്? ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അത് ഏതുപോലെയാണ്? മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരാള് ഈ ഒരു തൗഹീദില്ലാതെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. നമ്മളൊക്കെ പലപ്പോഴും തമ്മിൽ കണ്ടാൽ പിരിയുന്നതിന് മുമ്പ് പറയുന്നത് എനിക്കൊന്ന് ദുആ ചെയ്യണം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം വർത്തമാനം പറഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ പറയട്ടെ, നമ്മൾ ദുആ ചെയ്യണം, മറക്കരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ദുആക്ക് പോലും നമ്മൾ അർഹനല്ലാതായി തീരും വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ അബൂ താലിബിന്റെ ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ ചരിത്രം. അല്ലേ, മരണത്തിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചൊല്ലു മൂത്താപ്പ, യാ അമ്മി ഖുൽ യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിരന്തരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യപ്പെട്ടു. ഖുറൈശികളിലെ പ്രമാണിമാര് നിൽക്കുന്നുണ്ട്. അപ്പോഴോ അവസാന ശ്വാസം വരെയും ചൊല്ലാൻ കൂട്ടാക്കിയില്ല. അവസാന ശ്വാസത്തിൽ ഞാനിത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് മരണപ്പെട്ടത്? അബൂ താലിബ് മരണപ്പെട്ടത്. അബൂ താലിബിനെ കുറിച്ച് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹായങ്ങൾ, എല്ലാവരും എതിർത്തു വന്നു, എല്ലാവരും വന്നു, സംഘടിച്ചു വന്നു, കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴോ ഞാൻ എന്റെ പൊന്നുമോനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ സംരക്ഷണം ഒരുക്കിയ ആളാണ് ആര്? അബൂ താലിബ്. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രവാചകൻ സങ്കടം വന്നു, പ്രവാചകൻ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേക്ക് വേണ്ടി ഞാൻ പാപമോചനത്തെ ചോദിക്കും, അങ്ങേക്ക് വേണ്ടി ഞാൻ പാപമോചനത്തെ ചോദിക്കും. അള്ളാഹു ആയത്തിറക്കി പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മാ കാന ലിന്നബി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽമുശ്രികീൻ വലൗ കാനൂ ലിൽ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. മാ കാന ലിനബിയിൻ, ഒരു പ്രവാചകനും പാടില്ല, വല്ലദീന ആമനൂ, വിശ്വാസികൾക്കും പാടില്ല തന്നെ, മുശ്രിക്കുകളായ ആളുകൾക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ ഒരു പ്രവാചകനും പാടില്ല, ഒരു വിശ്വാസിക്കും പാടില്ല.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ദുആ ചെയ്താൽ പോലും അല്ലാഹ് അത് സ്വീകരിക്കൂല എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആള്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ത്വാലിബും തമ്മിലുള്ള ബന്ധം നമുക്ക് ആ ചരിത്രത്തിൽ സീറയിൽ കാണാമല്ലോ. എന്നിട്ട് പോലും അല്ലാഹു കർശനമായിട്ട് വിലക്കി. ആ ദുആ ഫലപ്പെടില്ല പ്രവാചക, അങ്ങ് ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ കൃത്യമായ കൽപ്പനയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാളുടെ ദുആക്ക് പോലും നമ്മൾ അർഹരല്ലാതായി തീരും നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ. ഇനിയോ അത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെടുന്നു. അങ്ങനെയോ ഫയഖൂമു അലാ ജനാസത്തി 40 റജുലൻ, അയാളുടെ ജനാസയിൽ 40 മനുഷ്യന്മാര് നിസ്കരിക്കാനുണ്ട്. ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, ഈ 40 ആളുകളുടെ ഐഡന്റിറ്റി എന്താ? അവർ ശിർക്ക് ചെയ്യാത്തവരാണ്, റബ്ബിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പോഴോ ഇല്ലാ ശഫഅഹുമുല്ലാഹ്, അല്ലാഹ് ശുപാർശ സ്വീകരിക്കുന്ന. അപ്പൊ അതല്ലാത്തവരുടേതോ അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൃത്യമായിട്ട് പറയാറല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ശഫാഅത്ത് ചെയ്യും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടും എന്നാണല്ലോ നമ്മൾ ധരിച്ചു വശായിരിക്കുന്നത്. എന്നാൽ ആ ധാരണയിൽ ഒരു തിരുത്തുണ്ട്. എന്താണ് ആ തിരുത്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ആർക്കാണ് കിട്ടുക? കൃത്യമായിട്ട് പഠിപ്പിച്ചു. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു ദുആയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ നബിമാരും ആ അവസരം പ്രയോഗിച്ചു. അതൊക്കെ അവര് ആ ദുആ ഓരോ സമൂഹത്തിനു വേണ്ടിയും ആ നബിമാര് നടത്തി. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മത്തി, എന്റെ പ്രാർത്ഥന ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്, എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിനു വേണ്ടി ആ ദുആ ഞാൻ പാരത്രിക ലോകത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. വഹിയനായിലത്തുൻ, അത് എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും എന്നതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ട, അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ട എല്ലാ വ്യക്തികൾക്കും എന്റെ ശഫാഅത്ത് കിട്ടും. അപ്പൊ ഒരു ഫോട്ടോയോട് പ്രാർത്ഥിച്ചവർ, ജാറത്തിനോട് പ്രാർത്ഥിച്ചവർ, അതല്ലെങ്കിൽ വലിയകളോട് ദുആ ചെയ്ത ആളുകൾ ഇതിൽ പെടും പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ധരിച്ചു വശായിരിക്കുന്ന ഏതുപോലെയാണ്? മരുഭൂമിയിലെ യാത്രികൻ കാനൽ ജലം കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചതുപോലെ അവിടെ പച്ചപ്പുണ്ട്, വെള്ളമുണ്ട് എന്നവന്റെ മിഥ്യാധാരണയിലാണ് ഈ ഉമ്മത്ത് കഴിച്ചു കൂട്ടുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥന സ്വീകരിക്കുക? ആരുടെ പ്രാർത്ഥനയിലാണ് അവർക്ക് ഇടം കിട്ടുക? ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഒരവസരവും അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനേക്കാളേറെ പ്രധാനമുള്ള ഒരു സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. അതിന്റെ ആ ഒരു നേർപകുതികളായി ജീവിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നേർചിത്രങ്ങളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പറഞ്ഞ ഒരു മനുഷ്യനെയും സമൂഹം സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, അൽ അമീനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി തെരഞ്ഞെടുത്ത് മക്കക്കാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി സഫയുടെ കുന്നിന്റെ മുകളിൽ കയറി. പ്രവാചകൻ സഫാ കുന്നിന്റെ മുകളിലും മക്കയിലെ മുഴുവൻ ആളുകളും ഖബീലയിൽ നിന്ന് വരാൻ കഴിയാത്ത ആളുകൾ ഒരു പ്രതിനിധി അവിടേക്ക് പറഞ്ഞയച്ചു. ആരാ വിളിക്കുന്നത്? സത്യസന്ധനായ അൽ അമീനായ
അല്ലെ? എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയാണ് വിളിക്കുന്നത്. അപ്പൊ എന്തോ ഒരു പ്രാധാന്യമുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ആരംഭിച്ചു. ഓ മക്കക്കാരെ, ഈ സഫയുടെ പുറകിൽ സർവസന്നാഹത്തോടുകൂടി ഒരു അശ്വസൈന്യം, ഒരു കുതിരപ്പട നിങ്ങളെ, ഈ ഒരു മക്കയെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, നീ കുലീനനാണ്, നീ നുണ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല, ഖുറൈശികളെ, നീ തറവാടിയാണ്, എന്തിനു നിന്നെ അവിശ്വസിക്കണം? ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെയോ, ഈ ഒരു ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തേ, ഉസ്സേ, മനാത്തേ എന്ന് പറയുന്ന വിളികൾ ഒഴിവാക്കണം. ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കാൻ പാടില്ല, ഇസ്മായിൽ നബിയെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആദ്യം സ്വന്തം ചോരയാണ് പ്രതികരിച്ചത്. തബ്ബല്ലക് അലിഹാദാ ജമഅതന. ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മനുഷ്യൻ വിശ്വാസി പാരായണം ചെയ്യുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബ് അത് പറഞ്ഞത്. നശിച്ചു പോട്ടെ മുഹമ്മദ്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അതുവരെ അല്ലമീനായിരുന്ന ഒരു വ്യക്തി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മോശക്കാരനായിട്ട് മാറുന്ന ഒരു ചരിത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളത്. എന്നിട്ട് പ്രവാചകന്മാർ ഇതിൽ നിന്ന് പിൻവാങ്ങിയോ? പ്രവാചകന്മാർ പിൻവാങ്ങിയില്ല. കാരണം രക്ഷപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടിയേ മതിയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യം ആ വാചകത്തിന്റെ ആദ്യം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല നിനക്ക്, എല്ലാം വ്യാജമാണ്, എല്ലാം വ്യാജമാണ്. തങ്ങളും ബീവിയും, അതേപോലെ തന്നെ ശ്മശാനങ്ങളും ഖബറിടങ്ങളും ജാലങ്ങളും എല്ലാം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, മുഴുവൻ വ്യാജങ്ങളാണ്, എല്ലാം നിഷേധിച്ചു. എന്നിട്ട് സ്ഥാപിച്ചു ഒറിജിനൽ എന്താ? ഇല്ലല്ലാഹ്. ആരാധന മുഴുവൻ അല്ലാഹുവിനോട് മാത്രം. ആരാധന, പ്രാർത്ഥന, എന്തൊക്കെ നീ ഇബാദത്തായി ചെയ്യുന്നുവോ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോട് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയമാണ് നമ്മൾ ജീവിതത്തിന്റെ അവസാനം വരെ, നമ്മുടെ ജീവനേക്കാളേറെ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരാളുടെ ആഖിറു കലാമ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. തന്റെ ജീവിതത്തിലുള്ള സംഗതിയാണ് അവസാനത്തെ വാക്കായിട്ട് വരിക. തനിക്ക് എന്തിനോടാണോ താല്പര്യം അതാണ് അവസാനിക്കുമ്പോൾ വരിക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനോട് നമ്മൾ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആഖിറ കലാം ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നമ്മളുടെ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഈ പള്ളിയിൽ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന്, അലനല്ലൂർ ഭാഗത്തു നിന്ന്, കാര പ്രദേശത്തു നിന്ന് 2 പ്രവർത്തകർ അവിടെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒരു 15 സെന്റ് സ്ഥലം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മളെ സമീപിച്ചിട്ടുള്ളത്. അതിൽ മദ്രസയും അതേപോലെ തന്നെ ക്ലാസ്സുകളും കുട്ടികൾക്കുള്ള പ്രീ സ്കൂളും അങ്ങനെയുള്ള ഒരു വിപുലമായ ഒരു പ്രൊജക്റ്റ്, ഹിഫ്ളും ഖുർആനും ഹിഫ്ളുൽ ഖുർആനൊക്കെയും ബന്ധപ്പെട്ട് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് അവർ നമ്മളെ സമീപിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് നമ്മളെ തേടിയെത്തുന്ന ഒരു അധ്വാനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജാരിയായ സ്വതക്ക നൽകുക എന്ന് പറയുന്നത്. അവിടുത്തെ നിസ്കാരവും അവിടുത്തെ ഖുർആൻ പഠനത്തിന്റെയും അവിടുത്തെ ദീനീ പഠനത്തിന്റെയൊക്കെ ഒരു ഷെയർ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമ കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പൊ ഉള്ള ആളുകൾ അത് സഹായിക്കുകയും അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധി നീട്ടിക്കൊടുക്കുവാനുള്ള അവസരങ്ങൾ ആ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. അവിടെ ഒരു പള്ളി കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സാമ്പത്തികമായ കാര്യം നമുക്കും അള്ളാഹുവിനുമാണ് നല്ലപോലെ അറിയുക. അപ്പൊ എന്തായിരുന്നാലും അള്ളാഹുവിന്റെ ആ ഒരു രേഖയിൽ പെടാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിൽ കൺകുളുമയും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل